ഫെബനോച്ചി ടൂൾ എടുത്തിട്ട് ഏറ്റവും ലോ പോയിന്റ് നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയുന്നതിൽ ഏറ്റവും ലോയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് ഒരു ഹൈയിലേക്ക്, ഏതുവരെ ഹൈ, രാവിലത്തെ ഈ ഒരു ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു മാർക്ക്. ഈ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണേൽ ഇവിടെ നിന്നൊരു ലൈൻ, ഓക്കെ, അത് നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ലോയിൽ നിന്നും ഈ ഹൈ വരെയാണ് രാവിലത്തെ ഒരൊറ്റ സ്വിങ്ങിലേക്ക് പ്രൈസ് 9:45 ഹാഫ് ആൻ അവറിനുള്ളിൽ പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഒരു എൻട്രിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇൻട്രാഡേയിൽ ഒരു എൻട്രിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 100% ബുള്ളിഷ് ആയി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. 20-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ്, 5-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ് പ്രൈസ് സഞ്ചരിക്കുന്നത്. കൃത്യമായിട്ട് നല്ലൊരു ബുള്ളിഷ്, പ്രീവിയസ്ലി കൺസോളിഡേറ്റ് ആയിട്ട് നിന്നിട്ട് നല്ല ഒരു അപ്സൈഡ്, നല്ല വോള്യത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പ്രൈസ് സഞ്ചരിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടത്, പ്രൈസ് റേഞ്ച് ടൂൾ ഓപ്പൺ ചെയ്യാം. സിമ്പിൾ. പ്രൈസ് റേഞ്ച് ടൂൾ എടുത്തിട്ട് ഏറ്റവും താഴെ എവിടെ നിന്നാണോ ഫെബനോച്ചിയുടെ ലോയിൽ നിന്നും ഫെബനോച്ചിയുടെ ഹൈ വരെ നമ്മൾ ചുമ്മാ അങ്ങ് മെഷർമെൻറ്റ് ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുക, നേരെ ഹൈയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലിക്ക് കൊടുക്കുക. ഇനി എന്താ വേണ്ടത്, ഇനി സിമ്പിളായിട്ട് ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇതേ പ്രൈസ് റേഞ്ചിനെ ക്ലിക്ക് ചെയ്ത് നേരെ ഫെബനോച്ചിയുടെ 50% റീട്രേസ്മെൻറ്റ്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഫെബനോച്ചി ലെവൽസ് കാണാൻ കഴിയും. 0 to 1 വരെ 1.618 ഉണ്ട്. 0 to 1 എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടുന്ന പോയിന്റ്. അതായത് ലോയിൽ നിന്നും ഹൈയിലേക്ക് കൊണ്ടുവരേണ്ട 0 to 1 വരെ നമ്മൾ കൊണ്ടുവന്ന പോയിന്റ് ഇതാണ് 0 to 1. അപ്പോൾ അതിൽ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ പകുതി എത്ര, 0ക്കും 1നും ഇടയിൽ എത്രയാണ്, 50%. അപ്പോൾ 0.5 എന്ന് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 0.5 എന്ന് പറയുന്ന ഈ റേഞ്ചിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈയിൽ പോയി തിരിച്ച് ലോയിലേക്ക് ഒരിക്കൽ ഇത് 0.5 ഒരിക്കൽ വന്നു, രണ്ടാമത് വീണ്ടും പോയി, വീണ്ടും ആ പോയിന്റിൽ വന്ന് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അപ്പോൾ ഈ ടോട്ടൽ ലോയിൽ നിന്നും ടോട്ടൽ ഈ 1 വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ അങ്ങനെ പ്രൈസ് റേഞ്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. പോയിന്റ് നമ്പർ 1. ദെൻ അതിനെ അങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്, ഈ ലോയിൽ നിന്നും ഈ ഹൈ വരെ പ്രൈസ് റേഞ്ചിന് വരച്ചു. എന്തുകൊണ്ടാണ്, ഫെബനോച്ചിയുടെ 0 to 1 പോയിന്റ്, 0 ഏറ്റവും ലോയിൽ നിന്നും അന്നത്തെ ദിവസത്തെ ഏറ്റവും ഹൈ എവിടെ പോയോ അതുവരെ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അതേ പ്രൈസ് റേഞ്ചിന് വിത്തൗട്ട് എനി ചേഞ്ച് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എവിടെ കൊണ്ടുവരണം, 50% ലെവലിലേക്ക് കൊണ്ടുവരണം. 50% ലെവലിൽ കൊണ്ടുവന്നാൽ Investments in the securities market are subject to market risk. Read all the related documents carefully before investing.